അപ്പൊ ഇനി മെയിനായിട്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി ഒരു 2 മാസമുണ്ട്. 2 മാസം കൊണ്ട് നല്ലപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, ടൈം വേസ്റ്റ് ചെയ്യാതെ. അതായത് ഇനി മെയിനായിട്ട് എല്ലാം ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തുടങ്ങിയാലും തീരുമോ എന്നുള്ളൊരു കാര്യം. അപ്പൊ നേരത്തെ ഞാൻ പറയുന്ന ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കൂട്ടി തുടങ്ങുന്നിടത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സ്ട്രെസ് ചെയ്ത് അടുത്ത് പറയുന്ന കാര്യം വെച്ചാൽ അവരെ കൊണ്ട് കുറച്ചുകൂടിയൊക്കെ പുഷ് ചെയ്യാൻ പറ്റുമല്ലോ. അവർ 2 മാസത്തെ കാര്യം നോക്കിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കൂടുതൽ റാങ്ക് ആണ് എയിം ചെയ്യുന്നതെങ്കിൽ അവർ ഔട്ട്പുട്ട് കുറയുമല്ലോ. അപ്പം നേരത്തെ കയറിയ ആളുകൾ അല്ലെങ്കിൽ ക്ലാസ്സിലുള്ളവരെ ഞാൻ ഒന്ന് നല്ലപോലെ പ്രഷർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ക്യുസാറ്റ് പ്ലസ് അവർ NDAയുടെ ക്വസ്റ്റ്യൻസ് അവർ ഒരുപാട് ഔട്ടായിട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ തന്നെ പ്രഷർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു രീതി പറയുന്നത് വെച്ചാൽ നേരത്തെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമയമുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസമുണ്ട്. ഈ 2 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അതിനകത്ത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് എക്സാം കയറിപ്പോകും. കാരണം ഇപ്പൊ നിങ്ങൾ ഒരാളും ഒരു എക്സാമ്പിൾ പറയാം. ഒരാള് ഒരു വീക്ക് സ്പെൻഡ് ചെയ്തെന്ന് വെച്ചോ. ഇപ്പൊ ഒരു വീക്ക് സ്പെൻഡ് ചെയ്തിട്ട് 2 ടോപ്പിക്കാണ് തീർക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ വേറൊരാള് പാരലായിട്ട് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ഒരാളും. ഇപ്പം ഈ ഫസ്റ്റ് ആള് ചെയ്തൊരു ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് കോംപ്ലക്സ് നമ്പരും സീക്വൻസും ആണ് നോക്കിയെന്ന് വെച്ചോ. ഇവിടെ ഒരാൾ നോക്കി, അയാള് അത്യാവശ്യം കോണിക്കും നോക്കി, പിന്നെ ഇതിനകത്ത് അത്യാവശ്യം വെയിറ്റേജ് ഇപ്പം സ്ട്രെയിറ്റ് ലൈൻസ് നോക്കിയെന്ന് വെച്ചോ. സ്ട്രെയിറ്റ് ലൈൻസ് നോക്കി, പിന്നെ ഇരിക്കട്ടെ ഒരു അപ്പർ ഹാൻഡ് ആയിട്ട് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സും ഇരിക്കട്ടെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ടോപ്പിക്ക് പഠിച്ച ആളും മറ്റേടത്ത് 3 ടോപ്പിക്കിന് പഠിച്ച ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പർ വെച്ച് നോക്കുമ്പോഴത്തേക്കും കോണിക്ക് കുറച്ച് വാസ്റ്റ് ആണ്. കാരണം സർക്കിൾ ഉണ്ട്, എലിപ്സ് ഉണ്ട്. അത് തന്നെ നമുക്ക് 2ആയിട്ടൊക്കെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു നോക്കുമ്പോഴത്തേക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ടോപ്പിക്കുകളാണ്. അന്ന് വെയിറ്റേജ് കൂട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് പോകുമ്പോൾ ഇപ്പൊ ഈ കോംപ്ലക്സ് ആണ് പഠിച്ചിട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ വരും. സീക്വൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ ഈ 2 ടോപ്പിക്കിൽ തന്നെ നിങ്ങളൊരു 12 മിനിമം 12 തൊട്ട് ഒരു മാക്സിമം 15 വരെ നിങ്ങൾ എഴുതാനുള്ള അവിടെ കിട്ടി. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണിക്കിനകത്ത് എങ്ങനെ ചോദിക്കും എന്നുള്ളൊരു പാറ്റേണോ വരുതായിട്ടില്ല. വെയിറ്റേജ് എല്ലാം കുറവാ. കൂടിപ്പോയാൽ 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു 6 ക്വസ്റ്റ്യൻ കിട്ടും. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും. സ്റ്റാറ്റ് കഴിഞ്ഞ കൊല്ലത്തെ പേപ്പർ നോക്കുമ്പോഴത്തേക്കും ഒരു പേപ്പറിന് 2 പേപ്പറിനകത്ത് ക്വസ്റ്റ്യനേ ഇല്ല. ഒരു പേപ്പറിനകത്ത് 3 ക്വസ്റ്റ്യൻ, വേറെ പേപ്പറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, വേറെ പേപ്പറിനകത്ത് ഔട്ട് ഓഫ് സിലബസ്. നമുക്ക് തൊടാൻ പറ്റത്തില്ല കാരണം അത് ഇക്കണോമിക്സിന്റെ സ്റ്റാറ്റ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. നിങ്ങൾ ഒരു വീക്ക് സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ നോക്കുന്നു, അതിൽ പരീക്ഷയ്ക്ക് എത്രത്തോളം വരും എന്നുള്ളത് നോക്കി പഠിക്കുവാണെങ്കിൽ, പേപ്പറും കൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ലപോലെ അനലൈസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ 2 മാസം ആവശ്യമുണ്ട്. കാരണം എന്താണ്, 2 പേര് ഈക്വൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ നോക്കിപ്പോകുന്നത് ആരാണോ അവർക്കല്ലേ അവിടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ എക്സാമിന് ചേഞ്ചസും പാറ്റേണും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരാം. വേണമെങ്കിൽ അവർക്ക് എന്താ പറയണ്ടേ, വെയിറ്റേജ് കുറഞ്ഞ കാര്യങ്ങൾ കൂടി ചോദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് വന്നിട്ടുള്ള പാക്കേജ് ആ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പം പ്രീവിയസ് ഇയർ അതായത് കഴിഞ്ഞ കൊല്ലത്തെ പേപ്പർ തന്നെ നോക്കിയാൽ അതിന് അതേ ട്രെൻഡ് തന്നെ അത് കാണിക്കുന്നുണ്ട്. കാരണം 2024 പേപ്പർ ബാക്കി പേപ്പറുകൾ വെച്ച് നോക്കുമ്പോൾ അതേ ട്രെൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഇത് പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കുന്നതിന് എന്താണ് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസമേ ഉള്ളൂ എന്നുള്ളത് ഒരു ഡെഡ് ലൈൻ ആണ്. പക്ഷേ ഈ 2 മാസത്തിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം. കാരണം കഴിഞ്ഞ കൊല്ലം തന്നെ 1 മാസം കൊണ്ട് അവിടെ സിവിലൊക്കെ എടുത്തവരുണ്ട്. പക്ഷെ ഞാൻ സിവിലിന് അത്രയും പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ എന്താണ് EC EEE ഒക്കെ 2 മാസം കൊണ്ടൊക്കെ സുഖമായിട്ട് എഴുതി എടുത്തവരുണ്ട്. ഈവൻ 1 മന്ത് കൊണ്ട് അവിടെ ഇന്റഗ്രേറ്റഡ് CS-നൊക്കെ കയറിയ പിള്ളേരുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ PYക്ക് എത്രത്തോളം സ്റ്റിക്ക് ചെയ്ത് ആ ഒരു രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത്. അതായത് ഇനി 2 മാസം ഉണ്ടെന്നുള്ള 2 മാസത്തിന്റെ അല്ല, ഇനി 1 മാസം ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ആ 1 മാസത്തിന് വേണ്ടി കാത്തിരിക്കാതെ 2 മാസം കൊണ്ട് തന്നെ തുടങ്ങുക. കാരണം ഇനി സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരു ഡെഡ് ലൈൻ പോലെ ഇതിങ്ങനെ തുടങ്ങുക. പിന്നെ JEE ആസ്പിരൻസും കുറെ പേരെല്ലാം ഇപ്പൊ ക്യുസാറ്റിലോട്ട് നോക്കി തുടങ്ങുന്നുണ്ട്. ക്യുസാറ്റ് അത്യാവശ്യം കോമ്പറ്റീഷന് വേണ്ടി ആവുന്നുണ്ട്. അപ്പൊ ഇനി പറയാനുള്ളത്, നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ ഒരു ഇനി നടക്കുമോ എന്നുള്ള ചിന്ത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകത്തില്ല. കാരണം നിങ്ങൾ അവിടെ സമയം ഒരുപാട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കിയിരിക്കും, ഇത് പറ്റത്തില്ലേ, പറ്റുമോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ആലോചിച്ച സമയം കളയാതെ മാക്സിമം കാര്യങ്ങൾ ചെയ്ത് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കാര്യം നടക്കും. ഇല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവുക. നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസും കൂടും, നിങ്ങളുടെ മോട്ടിവേഷനും കൂടും. പരീക്ഷ കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യാം. ഒരു പോസിറ്റീവ് അപ്രോച്ചിലോട്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്തിട്ട് പോവാം.